ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ മാർക്കോ മൂവി കണ്ടിട്ട് വന്നിട്ട് കുറച്ച് ലേറ്റായി വീഡിയോ ഇടാൻ അറിയാം. അപ്പോൾ മാർക്കോ മൂവി എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ പാടണക്ക് തന്നെ മോസ്റ്റ് വയലൻസ് മൂവി എന്ന് പറയും. ഒരു തിരുത്തുണ്ട്. ഈ പറയുന്ന ഈ മലയാള സിനിമയിലെ മോസ്റ്റ് നമ്പർ 1 വയലൻസ് മൂവി എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് സൗത്ത് ഇന്ത്യയിലെ തന്നെ അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതിനു മുമ്പ് വയലൻസ് മൂവീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഹിന്ദിയിൽ കുറച്ച് നല്ല വയലൻസ് മൂവീസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ മൊത്തത്തിൽ എന്താ പറയുന്നത്, ശരിക്കും സംവിധായകന്റെ ഒരു സൈക്കോത്തരം, അതാണ് ആ സിനിമ ഫുള്ളെന്ന് പറയുകയാണെങ്കിൽ. പിന്നെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി കഥ എങ്ങനെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ ഏകദേശം നമ്മുടെ ഷൈലോക്ക് സിനിമയില്ലേ, മമ്മൂട്ടിയുടെ ഷൈലോക്ക് എന്ന് പറയുന്ന സിനിമയുടെ അതേ കണക്കുള്ള അത് തന്നെ ഒരു സ്റ്റോറി. ഒരു കുടുംബത്തെ ഇല്ലാതാക്കുന്നു, തുടർന്നുണ്ടാകുന്ന വയലൻസ് മറ്റൊക്കെയാണ്. അപ്പൊ ആദ്യം ഒരു കാരണം ഉണ്ടായിരുന്നു. ഈ മാർക്കോയുടെ സഹോദരൻ ഈ പറയുന്ന ഫാമിലിയുടെ, കൃത്യമായിട്ട് ആ ഫാമിലിയുടെ പേരൊക്കെ ഞാൻ വിട്ടുപോയി. അപ്പൊ ആ ഒരു ഫാമിലിയിലെ ദത്തുപുത്രനാണ് മാർക്കോ. അവരുടെ യഥാർത്ഥ മക്കള് 3 പേരാണ്. അപ്പൊ ആ 3 പേരിലെ ഒരാള്, അതിലെ വലിയ ആളാണ് നമ്മുടെ സിദ്ദിഖ്, പിന്നെ ഒരു മകള്, പിന്നെ ഒരു ഇളയ മകൻ, പിന്നെ മാർക്കോ. ഇതാണ് ഫാമിലി. ഈ ഫാമിലിയിൽ ഈ ഇളയ മകനെ കൊല്ലുമ്പോൾ മാർക്കോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വളർത്തുപട്ടിയെ പോലെയാണെന്നാണ് അതിനകത്ത് ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ സിനിമയിലെ ആവമാണ് ഇങ്ങനെ വയലൻസ് നല്ലതല്ല, വയലൻസ് ഭയങ്കര മോശമാണെന്ന് സിനിമ പറയുന്നുണ്ടെങ്കിലും എവിടേക്കോ സിദ്ദിഖൊക്കെ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. അതായത് ഞാൻ ആദ്യം വയലൻസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നീ ചെയ്യൂ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുമുതലേ സിദ്ദീഖിന്റെ സ്റ്റാൻഡ് ഈ പറയുന്ന ഒരു മാർക്കോ വയലൻസ് ചെയ്യരുത്, ഓൺലി മീ എന്നൊക്കെ പറയുന്ന ഒരു KGF പറയുന്നവരെയൊക്കെ. പിന്നെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഇതിനകത്ത് എന്താ അടുത്ത വലിയ വയലൻസ് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു കേട്ടോ. കാര്യം അങ്ങനെ കാര്യമായിട്ട് വയലൻസ് ഒന്നുമില്ല. നമ്മള് ഈ പറയുന്ന ഒരു ബാഹുബലിയോ KGF ഒക്കെ കാണുന്ന അത്ര വലിയ വയലൻസ് ഒന്നും ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ തീരെ ഇല്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരാനടുത്ത് ശരിക്കും പറഞ്ഞ സംവിധായകന്റെ ഒരു സൈക്കോത്തരം. ഈ സിനിമ നമുക്ക് മിഖായല് വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം മിഖായല് അതൊരു സിനിമയാണോ എന്ന് തന്നെ ചിന്തിക്കും. കാര്യം നിവിൻ പോളി തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ. പിന്നെ ആറ്റിറ്റ്യൂഡ് ഏകദേശം മിഖായലിനുള്ള അതേ ആറ്റിറ്റ്യൂഡാണ് മാർക്കോയ്ക്ക് ഈ സിനിമയിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു മലയാള സിനിമ ആയതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പം മനുഷ്യാവകാശ ലംഘകരും അല്ലെങ്കിൽ ഫണി മൂവിയൊക്കെ ഇറങ്ങിയപ്പം ഉണ്ടായ കണക്കുള്ള സംഭവങ്ങൾ ഇനി ഒരുപാട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉണ്ണിമുകുന്ദന്റെ രാഷ്ട്രീയം പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇതുണ്ട്. പിന്നെ ഉണ്ണിമുകുന്ദൻ അടുത്ത് തന്നെ വന്ന് എന്തോ തെറി വിളിക്കാൻ പോകുന്ന കാര്യം പ്ലോട്ട് ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം നമ്മുടെ ഷൈലോക്ക് മമ്മൂട്ടിയുടെ ആ ഒരു സിനിമയുടെ അതാണ് സ്റ്റോറി. അപ്പൊ ബേസിക്കലി ഇങ്ങനെയുള്ള സിനിമകൾക്ക് സ്റ്റോറി ചെയ്യുന്നത് മണ്ടത്തരമാണ്. അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വിഷ്വൽ എഫക്റ്റ് അത് അടിപൊളിയായി കേട്ടോ. ക്യാമറ, വിഷ്വൽ എഫക്റ്റ് അതൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. സിനിമ മൊത്തത്തിൽ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവെ ഇതേ കണക്കുള്ള സിനിമ ഞാൻ വലിയ പ്രോത്സാഹിപ്പിക്കാറില്ല. കാര്യം വയലൻസ് ആണ്. ഒരു മഴയില്ലാത്ത കണക്ക് ഈ പറയുന്ന ഒരു കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടൊക്കെ വല്ലാതെ വയലൻസ് കാണിക്കുന്നവര്, ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്നവര് വലിച്ചു കയറി നിലത്തൊട്ടിക്കുക, ഈ പറയുന്നവര് കുഞ്ഞാണോ വലുതാണോ എന്നൊന്നും നോക്കാതെ വയലൻസ് കാണിക്കുക. ഇതിനോടൊന്നും എനിക്കത്ര വലിയ ഇതൊന്നുമില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് ഏതോ ഒരു നായകനല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ബിഗ് ബോസ് വിന്നർ സാബിച്ചേട്ടൻ പറഞ്ഞ കണക്ക് സിനിമ എന്ന് പറയുന്നത് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കാനും അതേക്കണ റേപ്പ് അതേക്കണക്കുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ വയലൻസ് ആയിട്ട് തന്നെ കാണിക്കണം. അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നും അത് എത്രത്തോളം എഫക്ട് ചെയ്യുമെന്നും മനസ്സിലാവണം. അതെന്തായാലും ഈ സിനിമ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സിനിമ കണ്ടിട്ടാണെങ്കിലും വയലൻസ് ചെയ്യാൻ തോന്നുന്നു ചോദിച്ചു, അങ്ങനെ ആയിരിക്കും കൂടുതലും ആൾക്കാരും പറയുന്നത്. പക്ഷെ ഒരിക്കലും ഉണ്ടാകത്തില്ല കേട്ടോ. ഈ സിനിമ ഒരിക്കലും വയലൻസ് നല്ലതാണെന്നല്ല പറയുന്നത്. വയലൻസ് ഫാമിലി എത്രത്തോളം ബാധിക്കുന്നു.
പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഈ സിനിമയുടെ പ്ലോട്ട് പോകുന്ന അനുസരിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഉണ്ണിൽ മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി നായകനാണോ വില്ലനാണോ എന്ന് എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. പിന്നെ ക്ലൈമാക്സില് സിനിമ തീർന്നോ ഇല്ലയോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് സിനിമ നിർത്തിവെക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു ഒരു സംവിധായകന്റെ ബ്രില്യൻസ് ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. കാര്യം പല തിയേറ്ററിലും ഞാൻ കണ്ടോണ്ടിരുന്ന തിയേറ്ററിൽ അല്ലാതെ കുറെ തിയേറ്ററിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് സിനിമ ഇത്ര ഉള്ളൂ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചു മുമ്പ് തന്നെ ടൈറ്റിൽ എഴുതി കാണിച്ചിട്ട് ക്ലൈമാക്സിൽ ഒന്നും ഇല്ലാതെ കൊണ്ടുവന്നിട്ട് പടം ടക്കളയില് സ്ക്രീൻ ഓഫ് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. അപ്പൊ ഏകദേശം സിനിമ എന്താണെന്നുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഉണ്ണി മുകുന്ദനെ ഇതിനകത്ത് നായകനായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിക്കൂടെ സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കുന്നവരുടെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ ഇതിനകത്ത് സ്വത്ത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മെയിനായിട്ട് സ്വർണം കടത്തും മറ്റു കാര്യങ്ങളാണ്. സ്വത്ത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പൊ ആ സിനിമയില് ഒരു കുഞ്ഞും ഈ പറയുന്ന ഉണ്ണി മുകുന്ദനും മാത്രമാണ് ലാസ്റ്റ് ശേഷിക്കുന്നത്. അതായത് ആ ഫാമിലിയിൽ നാലായിട്ട് പകർത്തു കൊടുക്കാനുള്ള ഒരു സ്വത്തിനെ പറ്റിയൊക്കെ ഇടയ്ക്ക് തർക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഫുള്ള് വയലൻസ് ആണ്. അത് കഴിയുമ്പോ ആ ഫാമിലിയിൽ ആകെ അവശേഷിക്കുന്ന ഉണ്ണി മുകുന്ദന്റെ ഒരു കുഞ്ഞും മാത്രമാണ്. അപ്പൊ യഥാർത്ഥമായിട്ട് ഈ സിനിമയുടെ കട്ട് ചെയ്ത ഭാഗത്തിൽ ആ കുഞ്ഞ് അവശേഷിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ സെൻസർ ബോർഡ് സമ്മതിക്കാത്തതുകൊണ്ട്, കാര്യം ആ ഒരു സീന് ഭയങ്കര മോശമായതുകൊണ്ട് സെൻസർ ബോർഡ് സമ്മതിക്കാത്തതുകൊണ്ട് ക്ലൈമാക്സ് അങ്ങനെ ആക്കുകയാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ എങ്ങനെയായാലും അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ശരിക്കും ഉണ്ണി മുകുന്ദനെ തന്നെയല്ലേ ഈ ആ ഫാമിലി ഫുള്ള് ഇല്ലാതാക്കുന്നതെന്ന് ഒരു ചിന്ത. കാര്യം ഉണ്ണി മുകുന്ദൻ എന്തായാലും അവശേഷിക്കുന്നുണ്ട്. കാര്യം അവനെ അനുഭവിക്കാൻ വേണ്ടി വിടുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ അവസാനത്തെ ഒരു അരമണിക്കൂറിലൊരു വില്ലൻ വരുന്നുണ്ട്. പുള്ളിക്കാരന്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഉണ്ണി മുകുന്ദനെക്കാട്ടും ഇച്ചിക്കൂടെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ സിനിമ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80+ ആണ് സിനിമ, നിങ്ങൾക്ക് അറിയാം. അപ്പൊ വല്ലാത്ത വയലൻസ് ആണ്. പകുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും ഇപ്പൊ സ്ത്രീകളൊക്കെ നമ്മുടെ തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ വന്നിട്ട് പകുതി കഴിയുമ്പോൾ പലരും മുഖം പൊത്തി ഇരിക്കുന്നതാണ് കാണുന്നത്. കാര്യം സിനിമ കാണുന്നതായിട്ടല്ല തോന്നുന്നത്. കാര്യം അത്രയ്ക്ക് വയലൻസ് ഇതായിട്ട് എടുത്തിട്ടുണ്ട്. ഹിന്ദിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഹിന്ദിയിലൊക്കെ ഒരുപാട് സിനിമയൊക്കെ ഈ പറയുമാതിരി കില്ലെന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ ഉണ്ട്. ആ സിനിമയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് തന്നെയാണ്. നമ്മള് മുഖം പൊത്തി ഇരുന്ന് പോകും. പക്ഷെ അതിനകത്ത് സെന്റിമെന്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ സെന്റിമെന്റ്സ് ഒന്നും അത്ര വർക്കൗട്ട് ഒന്നും ആയിട്ടില്ല. മൊത്തത്തിൽ സിനിമയിൽ പറഞ്ഞ ഒരു വിഷ്വൽ എഫക്ട്, അതിനപ്പുറം എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സിനിമയായിട്ട് കണ്ട് ആസ്വദിക്കാൻ പോകുന്നവർക്ക് ഇത് ഓക്കെ. പിന്നെ ഇത് വയലൻസിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു അവകാശവാദമായിട്ട് ആൾക്കാർ വരുമെങ്കിൽ ഈ വയലൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് വയലൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സൈക്കോ ആയിരിക്കണം. അല്ല, ഇത് വയലൻസ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വയലൻസ് ചെയ്യാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് മാർക്ക് ഒരു നായകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായകനാണെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ചെയ്യാൻ തോന്നില്ല. മാർക്കോ ഒരു വില്ലനാണോന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വില്ലനാണെന്ന് നമുക്ക് വേണ്ടി പറയേണ്ടി വരും. പിന്നെ ക്ലൈമാക്സിലെ ഒരു ടെസ്റ്റ് അത് നമ്മൾ പറയുന്നില്ല. അത് സംഭവം നമ്മൾ പറഞ്ഞാൽ മോശമായി പോകും. അപ്പൊ ആ ഒരു സംഭവം ആ ക്ലൈമാക്സിൽ കൊണ്ട് നിർത്തുന്ന ഒരു സംഭവം ഓക്കെ. പിന്നെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അനീതികൾ, ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന രീതിയൊക്കെ അതൊക്കെ ഭയങ്കര ടെററായിരുന്നു. പിന്നെ ഞാനിത് കണക്കുള്ള സിനിമയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് ഇംഗ്ലീഷ് സിനിമയും ഹിന്ദി സിനിമയും കില്ലും ഒക്കെ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നല്ല സിനിമ തന്നെയാണ്. നല്ല സിനിമയിലുള്ള രീതിയിൽ നിങ്ങൾ കാണാൻ പോകുകയാണെങ്കിൽ സ്റ്റോറിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മണ്ണാകട്ടില്ല, സ്റ്റോറി ഒന്നും ഇല്ല. അതിപ്പോ നിങ്ങൾ മറ്റേ സിനിമ കാണുന്നതായിട്ട് തന്നെ പോയിരുന്ന് കാണാമെന്ന് വെച്ചാൽ വിഷ്വൽ എഫക്ട് അതേ കണക്ക് വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഓക്കെ, നല്ല സിനിമയാണ്. അങ്ങനെ മാത്രമായിട്ട് കാര്യം സിറ്റുവേഷനാണ് ഇനിയുള്ള കാലത്ത് സിനിമയാവാൻ പോകുന്നത്. ഒരു സിറ്റുവേഷൻ സിനിമയാക്കുന്നതാണ് ഇത് വരാൻ പോകുന്നത്. കാര്യം നേരം എന്ന് പറയുന്നൊരു സിനിമ വന്നിരുന്നു. ആ ഒരു ടൈം മുതൽ ഞാൻ വിചാരിച്ചു സിനിമയുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറുമെന്ന് വിചാരിച്ചു. കാര്യം ആ സിനിമ ഡിഫറെന്റ് ആയിട്ട് ഒരു സിറ്റുവേഷനെ സിനിമയാക്കുന്നത്. കാരണം ഇംഗ്ലീഷ് സിനിമയൊക്കെ അത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്. ഹിന്ദി സിനിമയിലും ഈ പറയുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഈ ലോങ് സ്റ്റോറീസ് ഒക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നതിനെക്കാട്ടും നല്ലതായിട്ട്, അതായത് ഈ ക്ലാസിക് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരുന്നതിനെക്കാട്ടും സിറ്റുവേഷൻ കൊണ്ടുവരികയാണെങ്കിൽ ഇച്ചിരി കൂടെ എഫക്റ്റീവ് ആയി ഇരിക്കും. കാര്യം ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതം കാണിച്ചിട്ടൊന്നും
അത് ഒരു മനുഷ്യന്റെ മുഴുവനൊന്നും ഒരു സിനിമയിലും കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ മുഴുവനായിട്ട് കാണിക്കുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ മലയാള സിനിമയല്ല, സിനിമയുടെ ഭാവി എന്നാണ് നല്ലത്. കാര്യം അങ്ങനെയാണെങ്കിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും, ഒരുപാട് സംഭവങ്ങൾ, നടന്ന സംഭവങ്ങളെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സിനിമ കണ്ടവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും, അവരുടെ അഭിപ്രായം. ഇതിപ്പോ എന്റെ ഒപ്പീനിയനാണ് കേട്ടോ പറയുന്നത്. ഈ സിനിമ കാണണമെന്നും ഞാൻ പറയില്ല, കാണണമെന്നും ഞാൻ പറയത്തില്ല. ഇതിനകത്ത് എന്തായാലും വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. വയലൻസ് മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വയലൻസ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം ഇനിയും വീട്ടിൽ എത്താൻ കുറച്ച് സമയം എടുക്കും, കുറച്ച് കാര്യങ്ങളിലും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി മുമ്പേ നമ്മൾ ഈ വീഡിയോ എടുക്കുകയാണ്. അപ്പം ഇതിനെപ്പറ്റി, ഈ സിനിമയെ പറ്റി കണ്ടവരുടെ അഭിപ്രായങ്ങളും ഒക്കെ കമന്റായിട്ട് ചെയ്യണം. പിന്നെ ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ആ തിയേറ്ററിൽ ഇരുന്ന സകല ആൾക്കാർക്കും സിനിമ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെന്തുകൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വയലൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്, അയ്യോ ഇതെന്താണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര സംഭവമായിട്ട്. കാര്യം മലയാളത്തിൽ ആദ്യമായിട്ടാണല്ലോ, മലയാളത്തില് എന്നല്ല, ഇപ്പൊ നമുക്കിപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ ഇങ്ങനെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്ര ഒരു വലിയ വയലൻസ് സിനിമ ഈ ഒരു 3 ഭാഷകളിലും വന്നിട്ടില്ല എന്നാണ് എന്റെ അറിവില്. കാര്യം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആദ്യം ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്ക് വയലൻസ് എത്രത്തോളം പ്രതീക്ഷിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു KGF എന്നൊക്കെ പ്രതീക്ഷിക്കുക. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് കഴിയാനത് ഈ പറയുന്ന ഒരു കില്ല് മൂവിയുടെ ആ ഒരു റേഞ്ചിലേക്ക് സിനിമ മാറുകയാണ് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമ കണ്ടോണ്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറിയിലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമയാണ്. ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ. സോ ഈ സിനിമയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. പനിയാണ്. ഓക്കെ, അപ്പോൾ ബൈ ഓൾ. താങ്ക് യു.